ഇന്ന് പാട്ട് ക്ലാസ് ഉണ്ടായിരുന്നേ. ഹലോ, ഇന്നാണെങ്കിലേ പാട്ട് ക്ലാസ് ഉണ്ടായിരുന്നു. നമ്മൾ സൂര്യയുടെ വീട്ടിൽ പോവാം. അമ്പലത്തിലൊന്ന് കയറി കറങ്ങിയിട്ടാണ് വന്നേ. ഞാനെല്ലാം ഡീറ്റെയിൽ ആയിട്ട് അകത്ത് കയറിയിട്ട് പറയാം. അപ്പോൾ അതൊന്ന് പോയി കണ്ടിട്ട് വാ. ഓക്കെ. നമ്മുടെ പിള്ളേരുടെ മ്യൂസിക് ക്ലാസ് തീരുന്നത് 5:30-ക്കാണ്. അവിടെ നിന്ന് കുറേ കത്തി വെക്കും. ആരാ? ഞങ്ങൾ പേരൻസേ. അത് കഴിഞ്ഞ് അമ്പലത്തിലെത്തിയപ്പോഴത്തേക്ക് 5:45 എന്നാൽ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്ന 6:30-ക്കാണ്. അതിനുള്ള ഡാൻസിന് വേഷമൊക്കെ കെട്ടി എല്ലാവരും വന്നിട്ടുണ്ട്. കുഞ്ഞു പിള്ളേർ മുതൽ വലിയവർ വരെ ഉണ്ട്. അപ്പോൾ അത്രയും സമയം പിള്ളേരെയും കൊണ്ട് ഇവിടെ നിൽക്കുന്ന ഇത്തിരി ബുദ്ധിമുട്ടാണ്. ആനയൊക്കെ ഉണ്ട്. ആനയെ തൊട്ടപ്പുറത്ത് കൊണ്ടുപോയി. പക്ഷേ ഇനി കൊണ്ടുവരുമോ എന്നറിയില്ല. എനിക്കാണെങ്കിൽ ആനയെ ഭയങ്കര പേടിയാണ്. അതുകൊണ്ട് എനിക്കവിടെ നിൽക്കാനും ഒട്ടും താല്പര്യമില്ല. നമുക്ക് പ്രോഗ്രാം തുടങ്ങുമ്പം വരാമെന്നൊരു പ്ലാനോടുകൂടി ഇവിടെ അടുത്താണ് സൂര്യയുടെ വീട്. അങ്ങോട്ടേക്ക് പോകാമെന്ന് വിചാരിച്ചു. അൻവിയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉത്സവം തുടങ്ങുമ്പോൾ അൻവിയുടെ വീട്ടിൽ വരാമെന്ന്. അപ്പോൾ പിന്നെ ഇന്ന് ഉച്ചയ്ക്ക് ആൾ ഉറങ്ങിയിട്ടും കൂടിയില്ല ഞങ്ങൾ ചെല്ലുമെന്ന് പറഞ്ഞുകൊണ്ട്. ഞങ്ങൾ സൂര്യയുടെ വീട്ടിലെത്തി കേട്ടോ. പിള്ളേർ ഭയങ്കര കളിയാണ്. ഇങ്ങോട്ട് വരുന്ന വഴി വീഡിയോ എടുക്കാനായിരുന്നു. പക്ഷെ അവിടെ മുകളിലൊക്കെ നിന്ന് ആൾക്കാരെല്ലാം ഇങ്ങനെ നോക്കുന്നത്. അതുകൊണ്ട് പിന്നെ വിചാരിച്ച് വേണ്ടെന്ന്. ഇവിടെ തന്നെ ഇവർ ഭയങ്കര കളിയെന്ന് വെച്ചാൽ ഇവിടെ കുറേ ടോയ്സ് ഉണ്ട്. അൻവിയുടെ വീട്ടിൽ ആദ്യമായിട്ട് ഇവർ വരുന്നത്. അതിൻ്റെ എക്സൈറ്റ്മെൻറ്റും ഒക്കെയാണ്. ചെറുപ്പത്തിൽ വെക്കേഷന് അമ്മ വീട്ടിലും അമ്മയുടെ പപ്പയുടെയൊക്കെ സഹോദരങ്ങളുടെയൊക്കെ വീട്ടിൽ പോകുന്നതല്ലാതെ നമ്മൾ ഈ ഫ്രണ്ട്സിൻ്റെ വീട്ടിൽ പോകുന്ന പരിപാടിയില്ല. കാരണം നമ്മുടെ തൊട്ടപ്പുറത്ത് തന്നെയുള്ളവരായിട്ട് നമ്മൾ രാവിലെ തൊട്ട് കളി തുടങ്ങും. അത് നമ്മുടെ പറമ്പിലൊക്കെ തന്നെ. അതിൽ എന്തൊക്കെ കളികളുണ്ടോ അതെല്ലാം കളിക്കും. ഈ ഒരു ജനറേഷനിലെ കുട്ടികളുടെ കാര്യം നോക്കുകയാണെങ്കിൽ അവർക്ക് സ്കൂളിലുള്ള ഫ്രണ്ട്സ് മാത്രമേ ഉള്ളൂ. തൊട്ടപ്പുറത്ത് താമസിക്കുന്ന കുട്ടിയുടെ പേര് പോലും ചിലപ്പോൾ അവർക്ക് അറിയത്തില്ല. നാട്ടിലെ സ്ഥിതി ഇതൊക്കെ തന്നെ കേട്ടോ. ഞാൻ വിചാരിച്ചു ഇവിടെയൊക്കെ മാത്രമാണെന്ന്. നമ്മൾ വളർന്നൊരു സാഹചര്യമേ അല്ല. അതുകൊണ്ട് തന്നെ അവർക്ക് ഫ്രണ്ട്സിൻ്റെ വീട്ടിൽ പോകാനും അതുപോലെ ഏതെങ്കിലും ഫ്രണ്ട്സ് വരുന്നെന്ന് പറയുമ്പോഴും ഒക്കെ ഭയങ്കര സന്തോഷമാണ്. ഇവിടെ വന്നപ്പോൾ കുറേ സ്നാക്സ് ഒക്കെ കഴിച്ചു കേട്ടോ. കൊങ്ങിണി സ്പെഷ്യൽ. കുട്ടികളുടെ കളി ഉടനെ അങ്ങ് തീരത്തില്ലെന്ന് മനസ്സിലായതോടെ ഞാനും അമൃതയും കൂടെ സൂര്യയുടെ കല്യാണ ആൽബം കാണുകയാണ്. പിന്നെ ഇവിടുത്തെ അച്ഛൻ നന്നായിട്ട് പുല്ലാങ്കുഴൽ വായിക്കും, ഓടക്കുഴലേ. അപ്പോൾ അത് കേട്ടുകൊണ്ട് ഇന്നത്തെ ഈ ഒരു കുഞ്ഞു വ്ളോഗ് ഇവിടെ തീരുകയാണേ. അപ്പോൾ ബായ്. കിട്ടിയ സമയം